ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചിൻ്റെ ഇന്ന് നടന്ന അപ്ഡേറ്റ്സ് നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഇന്നത്തെ കോടതി ഹയർച്ചിലെ ജാമ്യാപേക്ഷ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യമില്ല, നിങ്ങളാരും പ്രാർത്ഥിക്കൊന്നും വേണ്ട, അത് നീട്ടിവെക്കും എന്ന് 100% ഉറപ്പായിരുന്നു. അത് സ്വാഭാവികമായിട്ടും നീട്ടിവെച്ചിട്ടുണ്ട്. 11-ാം തീയതിയിലേക്കാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊന്നും ഓണം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതാപൻ സാറില്ലാതെ നമുക്ക് എന്തോണം. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. അപ്പോൾ വലിയൊരു ഡിഫൻസ് തന്നെ, ഒബ്ജക്ഷൻ തന്നെ റേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ED. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൽ ചിലപ്പോൾ വാദങ്ങളുണ്ടാവും, നീണ്ട് പോവും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ സൂമാണ്. മാറ്റിവെച്ച സൂം ഇന്ന് എങ്ങനെയല്ലോ തട്ടിക്കൂട്ടി. ബാരിസാറിയൊന്നും കാണാനേ ഇല്ലായിരുന്നു. ബാരിസാറ് ഒക്കെ വന്നിട്ടുണ്ട്. ബാരിസാറെ കാണാൻ വേണ്ടിയിട്ട് ഞാനും സൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാരിസാറ് ചില കാര്യങ്ങളൊക്കെ അങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ബാരിസാറ് പറഞ്ഞത്, പണക്കാർ ഈ പെട്ടിയിൽ വെച്ചാലോ ബാങ്കിലിട്ടാലോ അല്ലെങ്കിൽ സ്വത്തായിട്ട് ഭൂമി വാങ്ങി വെച്ചാലൊന്നും കാര്യമില്ല. അത് ഓരോരാളും ഇങ്ങനെ കൈമാറി ഇങ്ങനെ പണം ഇങ്ങനെ കൈമാറി പണക്കാരുടെ പണം ഇങ്ങനെ കൈമാറി പോകണം. എന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് മണി ചെയിൻ ചെയ്യണം എന്നുള്ളതാണ്. മണി ചെയിനാണ് ഈ ലോകത്തിന് വേണ്ടത് എന്നുള്ളതാണ് ഇദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രൊഡക്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മണി ചെയിന് ആണ് ആവശ്യം എന്ന് തുറന്നു പറഞ്ഞ ബാരിസാർക്ക് അഭിനന്ദനങ്ങൾ. അല്ലേ, ഇത്രയും ധൈര്യം വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. ബാരിസാറൊക്കെ ചെറിയ ലീഡറാണ്, എന്നാലും ബാരിസാറെ ഇവർ പെടുത്തിയതാണെന്ന് തോന്നുന്നു. അല്ലാതെ എവിടെ പോയി നമ്മുടെ തംസപ്പും സീനാമാടും ഒക്കെ എവിടെ പോയി, അല്ലേ? അപ്പോൾ പിന്നെ ഇവരൊക്കെ ഉള്ളൂ. പിന്നെ ഷിബു സാറും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ വരും ദിവസങ്ങളിൽ പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. നിങ്ങൾ കാത്തിരിക്കുക. ഇനിയിപ്പം ആദ്യം നമ്മൾ പറഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട. പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തോ ഇന്ന് 40 മിനിറ്റ് ഉണ്ടായിരുന്ന ആ ഒരു ലൈവിൽ നമ്മൾ ഒക്ടോബർ തിരിച്ചു വരുന്നെന്ന് പറയുന്നില്ല. എന്താ ഒക്ടോബർ തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായോ? അപ്പോൾ എന്തായാലും PMLA കോർട്ടിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഒക്ടോബർ അല്ല, ഇനി ഒരുപാട് ഒക്ടോബർ കഴിഞ്ഞു കഴിഞ്ഞാലോ ഇനി ഇത് വരികയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് ആരും തന്നെ ഒക്ടോബറിനൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പത്രങ്ങളിൽ കണ്ട പോലെ PMLA ആക്റ്റിൽ പറയുന്നത് പോലെ സെക്ഷൻ 8 ആണ് ഇനി ഇവിടെ ആദ്യം നടക്കാൻ പോകുന്നത്. ട്രയലിൻ്റെ പീരീഡിൽ തന്നെ നിങ്ങൾക്ക് ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്യാനും അത് നേടിയെടുക്കാനും, നിങ്ങളുടെ പണം നേടിയെടുക്കാനുള്ള സുവർണാവസരമാണിപ്പോൾ വന്നിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടണം, അതിൽ അന്വേഷണം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ക്ലെയിം പെറ്റീഷൻ്റെ കൂടെ നിങ്ങൾക്ക് സമർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരുപാട് ആൾക്കാരൊന്നും കണ്ടില്ല തോന്നുന്നു, അല്ലേ? നമ്മുടെ ലൈവിൽ 3500ഓളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. 3500ഓളം ആൾക്കാർ ഇതുവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്നത് 1,80,00,000 ബാക്കി വരുന്നതാണ് ഈ 3500ഓളം ആൾക്കാർ. ബാക്കി എല്ലാവരും വേറെ പണിക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വെടി തീർന്നു മക്കളെ. ബൈ.